മെഗാസ്റ്റാർ മമ്മൂട്ടിയും ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയും ഒരുമിച്ച് അഭിനയിച്ച ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇന്ന് തിളങ്ങി നിൽക്കുന്ന മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെങ്കിൽ തമിഴ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര. മലയാള സിനിമയിൽ നിന്നും കടമെടുത്ത ഒരു നായികയാണ് നയൻതാര. തമിഴ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയും തമിഴ് മക്കൾക്ക് ഇന്ന് ജയലളിതയ്ക്ക് ശേഷം അമ്മ എന്ന് പേരിട്ട് വിളിക്കാൻ മാത്രം എത്തി നിൽക്കുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാറാണ് നയൻതാര. മലയാള സിനിമ ജയറാം നായകനായ മനസ്സിനക്കരെ എന്ന സത്യൻ അന്തിക്കാടിൻ്റെ ചിത്രത്തിലൂടെയാണ് നയൻതാരയുടെ അരങ്ങേറ്റം. എന്തായാലും ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് മമ്മൂക്ക നയൻതാര കൂട്ടുകെട്ടിലെ സിനിമകളാണ്. തസ്കരവീരൻ എന്ന സിനിമയിലാണ് മമ്മൂക്കയും നയൻതാരയും ആദ്യമായി ഒന്നിക്കുന്നത്. അതിനുശേഷം രാപ്പകൽ എന്ന മനോഹരമായ സിനിമയിൽ മമ്മൂക്ക എന്ന കഥാപാത്രത്തോട് അടുത്ത് നിൽക്കുന്ന അതേ സ്വഭാവ ഗുണമുള്ള നായികയായി വന്ന ഒരു ക്യാരക്ടറായിരുന്നു നയൻതാരയുടേത്. പ്രേക്ഷക മനസ്സിലേക്ക് അല്ലെങ്കിൽ ഫാമിലി എൻ്റർടൈൻമെൻറ്റിലേക്ക്, ഫാമിലി മനസ്സിലേക്ക് മനസ്സിനക്കരെ എന്ന സിനിമയ്ക്ക് ശേഷം രാപ്പകൽ എന്ന സിനിമയിലൂടെയായിരിക്കും കൂടുതലും നയൻതാര പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയത്. അതിനുശേഷം വീണ്ടും നായകന്മാരായി ഭാസ്കർ ദി റാസ്കൽ എന്ന് പറയുന്ന ഒരു അടിപൊളി സിനിമ മമ്മൂട്ടി പ്രേക്ഷകർക്ക് നൽകിയെങ്കിൽ അതിൽ മമ്മൂക്കയോട് കൂടെ തന്നെ തകർത്തഭിനയിച്ച് വിജയത്തിലേക്ക് എത്തിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു നയൻതാരയുടേത്. അതിനുശേഷം പുതിയ നിയമം എന്നൊരു സിനിമ കൂടി വന്നു. ഇറങ്ങിപ്പോയ ഈ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം വീണ്ടും അവർ ഒരുമിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നതും അതാണ്. മമ്മൂക്കയും നയൻതാരയും വീണ്ടും ഒന്നിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമ 2020 എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷം മലയാള സിനിമയിലെ മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും പുതുമുഖ നടന്മാരും നമ്മൾ ഇഷ്ടപ്പെടുന്ന പുതിയ നായകന്മാരും പഴയ നായകന്മാരുമൊക്കെ ഒന്നിക്കുന്ന ഒരു അടാറ് സിനിമ വരാനിരിക്കുകയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ നയൻതാര നായികയായി എത്തുമോ? കാത്തിരുന്ന് കാണാം. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന, ലാലേട്ടൻ അഭിനയിക്കുന്ന, മമ്മൂക്ക അഭിനയിക്കുന്ന, ഫഹദ് ഫാസിൽ അഭിനയിക്കുന്ന, കുഞ്ചാക്കോ ബോബൻ അഭിനയിക്കുന്ന, നയൻതാര അഭിനയിക്കുന്ന ആ സിനിമയ്ക്ക് വേണ്ടി.